അന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു, എനിക്ക് പേടിയാണ് പല കാര്യങ്ങളും ചെയ്യാൻ. ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എന്ത് പറയും, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുള്ളതുകൊണ്ട് കളിക്കുന്ന സമയത്തും അത് എന്നെ മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജൂനിയറിന് വരരുത്. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എത്ര സീനിയർ ആണെങ്കിലും, ഇപ്പം ഞാൻ ഏകദേശം അൺഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ 300 കൂടുതൽ കളി കളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇത്തവണ ഒളിമ്പിക്സിൽ വന്ന ഒരു പ്ലെയർ 6 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 300-നും 600-നുള്ള വ്യത്യാസം വളരെ വലുതാണ്. പക്ഷേ അതൊരിക്കലും ഞാൻ ആ പ്ലെയറിന് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ പ്ലെയർ നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയ്യ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ അത് മനസ്സ് തുറന്ന് സംസാരിക്കും. അപ്പോഴാണ് എന്താ പറയുന്നത്, ആസ് എ സീനിയർ എനിക്ക് അയാളെ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആസ് എ ടീംമേറ്റ്സ് എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രീജേഷ്, ഒരു പ്രശ്നം മനുഷ്യന് പൊതുവിലുമുണ്ട്, പ്രത്യേകിച്ച് സ്പോർട്സിലുണ്ട്. ഞാൻ കടന്നു വന്നപ്പോൾ ഇതൊക്കെ അനുഭവിച്ചതാണ്, അതുകൊണ്ട് ഇതിന്റെ രീതിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാഴ്ചപ്പാടില്ലേ? അത് ശ്രീജേഷ് ബ്രേക്ക് ചെയ്തു എന്നാണ് ഈ പറഞ്ഞത്. അത് ഉറപ്പായിട്ടും അതൊരു ഒത്തിരി കാലം മുമ്പുള്ള ഹോക്കി പ്ലേയേഴ്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണത്. കാരണം ഇന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ജയിക്കുന്നില്ല. ഞങ്ങൾക്ക് പണ്ട് ഒന്നും കിട്ടിയിരുന്നില്ല, പക്ഷേ ഞങ്ങൾ ജയിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സീനിയർ പ്ലേയേഴ്സിന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഇവർ കാലം മാറുന്നതിനൊത്ത് അവർ മാറാത്തതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ വാതിലില്ലാത്ത കക്കൂസും എന്താ പറയുക ഒറ്റ ടാപ്പിൽ വരുന്ന വെള്ളവും അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്യാവശ്യം ഭക്ഷണത്തിനൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. പക്ഷേ എന്ന് പറഞ്ഞ് ഇതുവല്ലോ ഇന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, അതെ, പുതിയ തലമുറ സൗകര്യങ്ങളോടുകൂടി വരുന്നവരാണ്. ഇന്ന് ആലോചിക്കുന്ന ഒരു കാര്യം, എൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്നവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റൂം കിട്ടണം, നല്ല ഫുഡ് കിട്ടണം, ബേസിക് ആയിട്ടുള്ള ഹൈ ക്ലാസ് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ട് കിട്ടണം. കാരണം ഞാൻ എന്താണോ കഷ്ടപ്പെട്ടത് അതൊരാൾ കഷ്ടപ്പെടരുത്. കാരണം ഞാൻ പണ്ട് ഇവിടുന്ന് അച്ഛന് ഞാനും ചിരിക്കുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു ദിവസം നിസാമുദ്ദീൻ ഡൽഹിക്ക് പോകണം. അപ്പോൾ ട്രെയിനിൽ ചെന്നപ്പോഴത്തേക്കും ഇവിടുന്ന് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. ട്രെയിനിൽ കയറാൻ നേരത്ത് ഞങ്ങൾ ഓരോ ബോഗിയിലേക്ക് ഈ മെയിലുകാർ ഓരോന്ന് എടുത്തറിയില്ലേ, അതുപോലെയാണ് ഓരോ ബാഗ് എടുത്തെറിഞ്ഞിട്ട് കയറി പിന്നെ എല്ലാം കളക്ട് ചെയ്ത് കയറി ചെന്നു. അപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അതിനുശേഷം ബാത്റൂമിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഡൽഹിക്ക് പോയത്. അപ്പം ഇന്ന് ഞാൻ ആലോചിക്കുന്നത്, ഒരു കുട്ടിക്ക് അങ്ങനെ വരരുത്. ഒരു കുട്ടിക്ക് ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഒന്നര ഫ്ലൈറ്റിന് വിടുക, അല്ലെങ്കിൽ ഒരു കൺഫേം ആയിട്ടുള്ള ബർത്ത് കൊടുത്ത് കയറുക. കാരണം ആ ഒരു കഷ്ടപ്പാട് ഒരുപക്ഷെ ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാം. കാരണം ഇത്രയും അനുഭവിച്ച് വരുമ്പോഴായിരിക്കും ഒരാൾ സ്ട്രോങ് ആവുന്നത്, മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആവുന്നത്. പക്ഷേ ഞാൻ അനുഭവിച്ചത് വേറൊരാൾ അനുഭവിക്കരുത്.